യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേനാ അംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായിട്ടാണ് മെയ് 29 എല്ലാ വർഷവും ആഘോഷിക്കുന്നത്. ഉയർന്ന തലത്തിലുള്ള തൊഴിൽ സംബന്ധമായ കഴിവുകൾക്കും അർപ്പണബോധം, ധൈര്യം, സമാധാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളവരുടെ ഓർമ്മയ്ക്കായും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും തുടരുകയും ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി അർപ്പിക്കുന്ന ദിനമാണ് ഈ ദിനം. കൂടാതെ യുഎന്റെ ആദ്യത്തെ സമാധാന പരിപാലന ദൗത്യമാണ് ഇത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധമുണ്ടായാൽ ലോകമുണ്ടാകില്ല എന്ന തിരിച്ചറിവിലാണ് ഐക്യരാഷ്ട്ര സംഘടന 1945 രൂപം കൊള്ളുന്നത്. യുഎൻ ആദ്യകാലങ്ങളിൽ സമാധാനം നടത്തുന്നതിനായിരുന്നെങ്കിൽ പിന്നീട് സുരക്ഷ, സുസ്ഥിര വികസനം, മനുഷ്യാവകാശം തുടങ്ങിയ കാര്യങ്ങളും യുഎന്റെ ഭാഗമായി മാറി. ജനറൽ അസംബ്ലിയും സെക്യൂരിറ്റി കൗൺസിലുകളും അടക്കം 6 പ്രധാന പ്രിൻസിപ്പൽ ഓപ്പറേഷൻ സംഘടനകളാണ് യുഎന്റെ കീഴിൽ ഉള്ളത്. അതിൽ തന്നെ സെക്യൂരിറ്റി കൗൺസിലിന്റെ കാര്യത്തിലാണെങ്കിൽ 15 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. അതിലാണ് സുരക്ഷയും സമാധാനവും പ്രധാന ചുമതലയായി വരുന്നത്. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് യുഎന്റെ 5 P's ആണ്: പീപ്പിൾ, പ്ലാനറ്റ്, പ്രോസ്പെരിറ്റി, പീസ് ആൻഡ് പാർട്ണർഷിപ്പ്. സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി തുടങ്ങിയ ഈ ഓർഗനൈസേഷനിൽ ഇന്ന് 193 രാജ്യങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ 1945 ജൂൺ 26 ഇന്ത്യ യുഎന്നിൽ അംഗമാകുന്നത്. കൂടാതെ യുഎന്റെ സ്ഥാപക അംഗം കൂടിയാണ് ഇന്ത്യ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സിവിൽ വാർ, ഹ്യൂമാനിറ്റേറിയൻ കേസസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യുഎൻ പീസ് കീപ്പേഴ്സ്, അതായത് സമാധാന സേനാ അംഗങ്ങൾ പീസ് കീപ്പിംഗ് എന്ന ദൗത്യത്തിനായി അയക്കപ്പെടും. അതിൽ തന്നെ പീസ് കീപ്പിംഗിന് ഇന്ത്യൻ സൈന്യത്തിന് നിരവധി മെഡലുകളും അവാർഡുകളും യുഎൻ നൽകി ആദരിച്ചിട്ടുണ്ട് മികച്ച സേവനത്തിനായിട്ട്. അപ്പോൾ ഈ ഒരു ദിനം സമാധാന സേനാ അംഗങ്ങളെ ആദരിക്കുന്നതിനോടൊപ്പം നമുക്കും പങ്കുചേരാം.